നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരം വ്യക്തമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് കഠിനമായ ഒരു തീരുമാനമെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കാം. ഈ അവസ്ഥ നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ന് അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടും സൃഷ്ടിപരതയോടും കൂടിയ സമീപനം സ്വീകരിക്കാൻ സഹായിക്കുന്ന 6 ശക്തമായ ചിന്താ ശൈലികൾ പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികൾ, വളർച്ച, വേറിട്ട കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന സംഭാഷണങ്ങളിൽ നിങ്ങൾ മൂല്യം കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ ബന്ധം നിലനിർത്താനും ഒരുമിച്ച് വളരാനും നമ്മളെ സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുമായി വീഡിയോ ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ചിന്താ ശൈലിയായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൗതുകം പുലർത്തുക എന്നതാണ്. ചെറിയ കുട്ടികൾ എല്ലായ്പ്പോഴും എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ നമുക്കും എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. നാം കടുത്ത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ സഹായകരമാണ്. പക്ഷേ നാം വളരുമ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളിൽ ആശ്രയിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. മികവുള്ള പ്രശ്ന പരിഹാരക്കാർ അങ്ങനെ ചെയ്യാറില്ല. അവർ കൗതുകം നിലനിർത്തുന്നു. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ധാരണകൾ ചോദ്യം ചെയ്യുന്നു, കാര്യങ്ങൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ ആദ്യ ആശയത്തിന് ഒരു ചോദ്യചിഹ്നം ചേർക്കുന്നത് പോലും പുതിയ ആശയങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഒരു പദ്ധതി വിജയിക്കാതെ പോയാൽ ഇത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യമല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്ന ചോദ്യവും ചോദിക്കാം. ഇത് പുതിയ ആശയങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കും. രണ്ടാമതായി, അനിശ്ചിതത്വത്തെ സ്വീകരിക്കാൻ പഠിക്കുക. പ്രശ്ന പരിഹാരങ്ങൾ എല്ലായ്പ്പോഴും തികച്ചും വ്യക്തവും ലളിതവുമാകണമെന്നില്ല. അത് പലപ്പോഴും കോംപ്ലിക്കേറ്റഡും പരീക്ഷണങ്ങളാൽ നിറഞ്ഞതുമായിരിക്കും. മികച്ച പ്രശ്ന പരിഹാരക്കാർ പൂർണ്ണമായ ഉത്തരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കാറില്ല. കാര്യങ്ങൾ ഉടൻ വ്യക്തമായിരിക്കണമെന്ന ആവശ്യം ഉപേക്ഷിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ തങ്ങളുടെ ചിന്തകൾ മാറ്റാൻ അവർ തുറന്ന മനസ്സോടെ തയ്യാറാവും. ഞാൻ ശരിയാണോ എന്ന ചോദ്യത്തിന് പകരം ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ചെറിയ പടി എന്താണ് എനിക്കെടുക്കാൻ കഴിയുന്നത് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുക. ഇത്തരത്തിലുള്ള മനോഭാവം കാര്യങ്ങൾ വ്യക്തമല്ലാത്തപ്പോഴും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ഒരു പുതിയ ജോലി നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാതെ തന്നെ നമുക്ക് തുടങ്ങാം. ഇത് എനിക്ക് അനുയോജ്യമാകുമോ എന്ന ചോദ്യത്തിന് പകരം ഇത് എന്നെ എന്ത് പഠിപ്പിക്കും എന്ന ചോദ്യമാണ് വളർച്ചയുടെ തുടക്കം. മൂന്നാമതായി, വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഒരു കാര്യത്തെ വീക്ഷിക്കാൻ പഠിക്കും. ഒരു പ്രശ്നം പല ദിശകളിൽ നിന്ന് നോക്കുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഒരു മുറിയിൽ നമുക്ക് ചുറ്റും കണ്ണാടികൾ നിറഞ്ഞിരിക്കുന്നതായി കണക്കാക്കുക. ഓരോ കണ്ണാടിയും നമ്മെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്നു. പ്രശ്നങ്ങളെ നോക്കേണ്ടതും അതേപോലെ തന്നെയാണ്. ഒരേ കാഴ്ചപ്പാടിൽ കുടുങ്ങാതെ പ്രശ്നത്തെ വിവിധ ദിശകളിൽ നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, മറ്റുള്ള ഒരാൾ ഈ പ്രശ്നത്തിൽ എന്താണ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാനാകുമോ? ഒരു പ്രശ്നത്തെ പല കോണുകളിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഓർ കാണുമ്പോൾ പുതിയ അറിവുകളും മികച്ച പരിഹാരങ്ങളും കണ്ടെത്തുന്നതിന് നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ എന്നിവരെ എങ്ങനെ ബാധിക്കും എന്ന് വ്യത്യസ്തമായി ചിന്തിക്കുക. ഇത് കൂടുതൽ സമഗ്രമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കും. നാലാമതായി, ചെറുതായി പരീക്ഷിക്കും. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത സമയത്ത് പൂർണ്ണ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കാതെ ചെറിയ ഒരു ശ്രമം നടത്തി ഫലങ്ങൾ കാണുക.
മികച്ച പരിഹാരത്തെക്കാൾ നമുക്ക് ചെറിയ ശ്രമങ്ങളാണ് കൂടുതൽ റിസൾട്ട് നൽകുക. നല്ല പ്രശ്ന പരിഹാരക്കാർ അനുമാനിക്കുന്നില്ല, അവർ ആശയങ്ങൾ യഥാർത്ഥത്തിൽ പരീക്ഷിക്കുന്നു. വെള്ളത്തിൽ ചാടുന്നതിന് മുമ്പ് ചെറുതായി തള്ളവിരൽ കൊണ്ട് വെള്ളം പരീക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെറുതായി പരീക്ഷിക്കുന്നതിലൂടെ പഠിക്കുന്നത്. ഒരു പടി പരീക്ഷിക്കുക, എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക, അതിൽ നിന്ന് പഠിക്കുക. ചെറുതായാലും പരീക്ഷണങ്ങൾ വിലപ്പെട്ട സൂചനകൾ നൽകുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ ബിസിനസ് ആശയമുണ്ടെങ്കിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താതെ ചെറിയൊരു പൈലറ്റ് പരീക്ഷണം നടത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് 10-15 ഉപഭോക്താക്കളെ മാത്രം ഉൾപ്പെടുത്തി ആ സേവനം പരീക്ഷിച്ചു നോക്കുക. അതിനുശേഷം അത് സക്സസ് ആണെങ്കിൽ മാത്രം ബാക്കിയുള്ളവരിലേക്ക് ഈ സേവനങ്ങൾ വിപുലീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമതായിട്ട്, മറ്റുള്ളവരിൽ നിന്ന് ആശയങ്ങൾ ശേഖരിക്കുക. നിങ്ങളെല്ലാം സ്വയം പരിഹരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മികച്ച ആശയങ്ങൾ വരുന്നത് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിന് പുറത്തുള്ള ആളുകളിൽ നിന്നായിരിക്കാം. അകന്ന സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അജ്ഞാതർ പോലും നമ്മൾ കാണാതെ പോയത് കാണാൻ നമ്മളെ സഹായിക്കാം. മികച്ച പ്രശ്ന പരിഹാരക്കാർ സഹായം ചോദിക്കാൻ, വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ അറിയുന്നവരാണ്. അതിനാൽ നിങ്ങൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മറ്റുള്ളവരെ സമീപിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുക. ഈ ചോദ്യം വളരെ വലിയ വ്യത്യാസമുണ്ടാക്കും. കൂടുതൽ കാഴ്ചപ്പാടുകൾ ശേഖരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കൂടുതൽ സൃഷ്ടിപരവും ഫലപ്രദവുമായിരിക്കും. ആറാമതായി, കഥ പറയൂ, ചിത്രം വരയ്ക്കൂ. വസ്തുതകൾ മാത്രം പറയാതെ അനുഭവം കാണിച്ചു കൊടുക്കുക. കഥകളും ചിത്രങ്ങളും ആളുകളെ പ്രേരിപ്പിക്കും. പ്രശ്നം കാണാനും അനുഭവിക്കാനും കഴിയുമ്പോൾ ആളുകൾക്ക് അതിൽ പരിഗണനയും പ്രവർത്തിക്കാനുള്ള താല്പര്യവും കൂടും. അതിനാൽ വസ്തുതകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ സന്ദേശം ദൃഷ്ടിപരവും ദൃശ്യപരവും വികാരപരവും വ്യക്തവുമാകട്ടെ. എന്താണ് വേണ്ടത്? അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുക. നല്ലൊരു കഥ നല്ലൊരു ആശയത്തെ യഥാർത്ഥമായ മാറ്റത്തിലേക്ക് നയിക്കുന്നു. ഒരു സാമൂഹിക പദ്ധതിക്ക് ഫണ്ട് തേടുമ്പോൾ ഈ പദ്ധതിയിലൂടെ 100 കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കും എന്ന് പറയുന്നത് മാത്രമല്ല, അനിത എന്ന സ്പെസിഫിക് ആയ ഒരു കുട്ടിക്ക് ഈ പദ്ധതിയിലൂടെ ആദ്യമായി സ്കൂളിൽ പോകാൻ അവസരം ലഭിക്കുന്നു എന്ന് പറയുക. അതാണ് ഹൃദയത്തിലെ കൂടുതൽ സ്പർശിക്കുന്നത്. അനിശ്ചിതത്വം നിറഞ്ഞ കാലങ്ങളിൽ ഈ 6 മനോഭാവങ്ങൾ വെറും ടൂൾസ് മാത്രമല്ല, ഇത് നമ്മളുടെ ദിശാസൂചകങ്ങളാണ്. ഇവ നമ്മെ മുന്നോട്ട് നയിക്കാനും പുതിയ ആശയങ്ങൾ തേടാനും ധൈര്യത്തോടും വ്യക്തതയോടും കൂടി ജീവിതത്തെ നേരിടാനും സഹായിക്കും. നിങ്ങൾ വ്യക്തിഗതമായ ഒരു വെല്ലുവിളിയെ നേരിടുകയോ കഠിനമായ തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഇത് ഓർക്കുക. മുന്നേറ്റം എപ്പോഴും സാധ്യമാണ്, അനിശ്ചിതത്വത്തിൻ്റെ മുന്നിൽ പോലും. പടിപടിയായി തുടങ്ങാം. ഓരോ ചെറിയ നീക്കവും നിങ്ങളെ നല്ലതിലേക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ഇത് കുറച്ച് പ്രോത്സാഹനം ആവശ്യമുള്ള ഒരാളുമായി പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് വളരാം.